നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ട് പൈത്തൺ കോഡുകൾ എങ്ങനെ എഴുതാം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മൾക്കിപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഗൂഗിൾ എടുത്തിട്ട് കോലാബ് എടുത്തിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്താൽ നമുക്ക് കോലാബിൽ പൈത്തൺ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന പൈത്തണിലെ ഒരു ഫംഗ്ഷനാണ് പ്രിൻ്റ് ഫംഗ്ഷൻ. ഈ പ്രിൻ്റ് ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. പ്രിൻ്റ് ഫംഗ്ഷനിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അത് അതുപോലെ നമ്മുടെ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഞാൻ ഡബിൾ കോട്ട്സിൽ ഹലോ എന്നാണ് കൊടുത്തത്. സോ നമുക്ക് എന്ത് കാണിക്കും? ഈ ഹലോ വേൾഡ് എന്നുള്ളത് അതുപോലെ തന്നെ കാണിക്കും. അത് എനിക്ക് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കാണിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തിട്ട് പ്രിൻ്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ 2 ആണല്ലോ. അപ്പോൾ ആ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് കാണിക്കുന്നത്. ഇനി എനിക്കൊരു സ്ട്രിങ്ങും ഒരു വാല്യൂവും കൂടി കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് എനിക്ക് ഹലോ 2 എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുക്കണം? ഹലോ കൊടുക്കണം. അപ്പോൾ ഹലോ അതുപോലെ കാണിക്കും. കോമ എക്സ് കൊടുക്കുമ്പോൾ ഞാൻ തൊട്ട് മുമ്പ് എക്സിൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 2 വരും. അപ്പോൾ നമ്മൾ ഡബിൾ കോഡ്സ് കൊടുത്തതിന് ശേഷം കോമ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തത്, ഇത് നമ്മളിപ്പോൾ സ്റ്റാറ്റിക്കായിട്ടൊക്കെയാണ് വാല്യൂ കൊടുത്തത്. നമുക്ക് കീബോർഡിൽ എൻ്റർ എ നമ്പർ എന്ന് കാണിക്കണം. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഈ ഇൻപുട്ട് ഫംഗ്ഷനിൽ നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ എൻ്റർ എ നമ്പർ എന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മളൊരു നമ്പർ ടൈപ്പ് ചെയ്യുമല്ലോ, ആ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എക്സിൽ കാണും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഈസ് എന്ന് കാണിച്ചിട്ട് ആ വാല്യൂ കാണിക്കും. 4 എന്ന് തന്നെ ടൈപ്പ് ചെയ്തെങ്കിൽ നമ്പർ ഈസ് എന്ന് കാണിച്ചിട്ട് 4 എന്ന് കാണിക്കും. അപ്പം നമുക്ക് കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷൻ ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ അത് മറക്കരുതേ. ഇനി നമുക്ക് പൈത്തണിൽ പല ഓപ്പറേറ്റേഴ്സും ഉണ്ട്. മെയിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് 2 നമ്പറുകൾ കൂട്ടണമെങ്കിൽ പ്ലസ്, കുറയ്ക്കണമെങ്കിൽ മൈനസ്, മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റാർ, ഡിവിഷൻ ചെയ്യണമെങ്കിൽ, ഉദാഹരണമായിട്ട് ഞാൻ 25/4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ആൻസർ എത്ര കിട്ടുന്നത്? 6.25 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതിനാണ് സ്ലാഷ് എന്ന് പറയുന്നത്. ഡബിൾ സ്ലാഷ് ഇടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ഡിവിഷൻ എന്ന് വെച്ചാൽ 6 മാത്രം കിട്ടും. 6.25 എന്നുള്ള ആ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വരത്തില്ല. വെറും 6 എന്ന് കിട്ടണമെങ്കിൽ സ്ലാഷ്. അതിനെ നമ്മൾ ഫ്ലോർ ഡിവിഷൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റിമൈൻഡർ എടുക്കണം ഒരു ഡിവിഷൻ്റെ. അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, ഉദാഹരണമായിട്ട് ഞാൻ 5% 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 1 അല്ലേ കിട്ടുന്നത്? ആ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷിയേഷൻ എന്ന് വെച്ചാൽ x⁻y അല്ലെ x² എന്ന് എഴുതണമെങ്കിൽ x**2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പൈത്തണിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. 2 ഓപ്പറാൻഡിൻ്റെ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തണിൽ 2 വാല്യൂവിൻ്റെ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ ഡബിൾ ഈക്വൽ, നോട്ട് ഈക്വൽ, എക്സ്ക്ലമേഷൻ മാർക്ക് ഈസ് ഈക്വൽ ടു എന്തിനാ? നോട്ട് ഈക്വൽ എന്ന് ചെക്ക് ചെയ്യാൻ. ഒരു നമ്പർ മറ്റേതിനേക്കാളും വലുതാണോ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ, ലെസ് ദാൻ ഈക്വൽ. സോ ഇത്രയും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, പലപ്പോഴും എക്സ്പ്രഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലേ? അപ്പോൾ x>7 ആൻഡ് x>2 രണ്ടും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആൻഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിൽ അത് എന്ത് റിട്ടേൺ ചെയ്യും? ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് റിട്ടേൺ ചെയ്യത്തുള്ളൂ? ട്രൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. സോ അതെപ്പോഴും ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഓർ എന്താ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഓർ ഓപ്പറേറ്റർ കണക്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. ഉദാഹരണമായിട്ട് x<7 ഓർ x>15 ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, നമുക്ക് ഓർ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പം നമുക്കറിയാം ട്രൂ ആണെങ്കിൽ ട്രൂ ആണ്, ട്രൂ ഫോൾസ് ആണെങ്കിലും ട്രൂ ആണ്, ഫോൾസ് ട്രൂ ആണെങ്കിലും ട്രൂ ആണ്. ഫോൾസും വന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ? ഫോൾസ് ആവത്തുള്ളൂ. ഇനി നോട്ട് ഓപ്പറേറ്റർ നിങ്ങൾക്കറിയാം. നോട്ട് ഓഫ്
ട്രൂ എന്ന് പറയുന്നത് ഫോൾസ്, നോട്ട് ഓഫ് ഫോൾസ് എന്ന് പറയുന്നത് ട്രൂ. സോ ഇത്രയും നമുക്ക് ഏത് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. പൈത്തണിൽ ഇതൊക്കെയാണ് നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5 ആയിട്ട് മാറുന്നു. എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്നാണ് മീനിങ്. ഇത് നമുക്ക് ഓരോ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒപ്പവും നമുക്ക് ഈ അസൈൻമെൻറ്റ് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കഴിഞ്ഞു. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾ ഒന്നാണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി ഏതെങ്കിലും എക്സ് ഈസ് നോട്ട് വൈ ആണെങ്കിൽ, എക്സും വൈയും തുല്യമല്ല എങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പം ഇതും ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അപ്പോൾ രണ്ട് വേരിയബിൾസ് എടുത്തു, രണ്ട് വേരിയബിൾസും സെയിം ഒബ്ജക്റ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ. അത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ്. ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. എക്സിൽ ആപ്പിളും മാംഗോയും ഉണ്ട്, വൈയും ആപ്പിളും മാംഗോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇസഡിലോട്ട് എക്സ് അതുപോലെ ചെയ്തു. ഇനി ഞാൻ എക്സ് ഈസ് ഇസഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ റിട്ടേൺ ചെയ്യും. കാരണം ഇസഡും എക്സും ഒരേ അഡ്രസ്സിലോട്ടാണ് നമ്മൾ മാപ്പ് ചെയ്തത്. പക്ഷേ എക്സ് ഈസ് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ നോക്കുമ്പം വാല്യൂസ് സെയിം ആണെങ്കിലും മെമ്മറി ഡിഫറെൻ്റ് ഇടത്തോട്ടാണ് മാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് എക്സ് ഈസ് വൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. നെക്സ്റ്റ് നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂസിനെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ ആയിട്ട് എടുത്തിട്ട് അവയെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. ഇവിടെ നമ്മൾ ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്, അല്ലേ, ഇൻവേർട്ട് ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എക്സോർ ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും, ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, എക്സോർ, നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, അത് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റേഴ്സ് നമുക്ക് അതിനൊരു എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചേക്കുക. ഇപ്പോൾ 10 ആൻഡ് 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1010 എടുക്കുന്നു, 7ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 011. അത് തമ്മിൽ ആൻഡ് ചെയ്യുമ്പോൾ 100 ആയി പോകും, 111 വരും, 1000010 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സും. നെക്സ്റ്റ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നു. ഒരെണ്ണത്തിലെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലെ മെമ്പർ ആണോ അല്ലയോ എന്ന് നോക്കുക. ഉദാഹരണമായിട്ട് ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ്, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ എൽ ഇൻ എക്സ് ഹലോ വേൾഡിൽ ഈ എൽ ഉണ്ട് എങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്, ഇല്ല എങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആണ്. അപ്പം അതിനകത്ത ആ സീക്വൻസിലെ മെമ്പർ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഒരു സീക്വൻസ് സ്ട്രിങ്ങിലോ ലിസ്റ്റിലോ ട്യൂപ്പിൾസിലോ എവിടെയെങ്കിലും നമുക്ക് പ്രസന്റ് ആണ് എങ്കിൽ നമുക്ക് പറയാം ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.